യുക്രൈൻ ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യാൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹേഗും ഇന്നലെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. റഷ്യയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും അനുകൂലിക്കുന്നവർക്കിടയിലെ തർക്കം രാജ്യത്ത് രൂക്ഷമാവുന്നതിനിടെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. അഭയാർത്ഥിയായി കഴിയുന്ന മുൻ പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്ക് അയക്കാൻ പാർലമെന്റ് വോട്ട് ചെയ്യുകയുണ്ടായി. യാനുകോവിച്ചിന്റെ പതനം രാജ്യത്തിന്റെ പിളർച്ചയെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പുതിയ പ്രസിഡന്റ് ഒലക്സാണ്ടർ തർച്ചിനോവ് ആശങ്കയും പ്രകടിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് ജോൺ കെറിയും വില്യം ഹേഗും കൂടിക്കാഴ്ച നടത്തിയത്. യുക്രൈനിനെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വില്യം ഹേഗ് പറഞ്ഞു. Our fundamental interest is in a free, democratic Ukraine with free institutions, with people able to make their own decisions about their own future, so the people of Ukraine can make their decisions about their future. ഉടനെ യുക്രൈൻ സന്ദർശിക്കും. സാമ്പത്തിക സഹായം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ തങ്ങൾ ചർച്ച ചെയ്തു. ഇതിൽ റഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് പങ്കുവഹിക്കാനുണ്ടെന്നും ഹേഗ് കൂട്ടിച്ചേർത്തു. അതേസമയം യുക്രൈനിന്റെ ഭാവി ശരിപ്പെടുത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ശ്രമത്തിനെതിരെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തി. രാജ്യത്തിന്റെ അഖണ്ഡതയെ ഊന്നി പറഞ്ഞാണ് യുക്രൈനിന് മേൽ പിടിമുറുക്കാൻ റഷ്യയും പാശ്ചാത്യൻ ശക്തികളും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.